ഹായ് വെൽക്കം ടു ലാഷ് ക്ലാസ്. BA ഇംഗ്ലീഷ് ഫിലിം സ്റ്റഡീസിലെ ദ മിറർ എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. ലെജൻഡറി റഷ്യൻ ഡയറക്ടറായിട്ടുള്ള ആന്ദ്രേ തർക്കോസ്കിയുടെ സിനിമയാണ്. ഈ സിനിമയുടെ ഒരു സവിശേഷത എന്ന് പറയുന്നത് ഇതിൽ കൃത്യമായിട്ടുള്ളൊരു കഥയോ പ്ലോട്ടോ ഒന്നും ഇല്ല എന്നുള്ളതാണ്. നമ്മൾ ഫിലിം തിയറിക്കകത്ത് പഠിച്ചിട്ടുള്ള ഫോമലിസത്തിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ സിനിമ വരുന്നത്. ഇതിൽ എയ്സ്തെറ്റിക് ആയിട്ടുള്ള രംഗങ്ങൾ, അതുപോലെ തന്നെ സിംബോളിക് ആയിട്ടുള്ള രംഗങ്ങൾ, അതിലൂടെ ഒരു ആശയം അവതരിപ്പിക്കുക എന്നുള്ള രീതിയിലാണ് ഈ സിനിമ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ രംഗങ്ങളിലും അതുപോലെ തന്നെ ആ ഒരു എയ്സ്തെറ്റിക് ആയിട്ടുള്ള സിംബോളിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും. നമ്മൾ എന്തായാലും ഈ സിനിമയുടെ ഒരു സിനോപ്സിസും ഇതിലെ ഇമ്പോർട്ടൻ്റ് ടീംസിൻ്റെ ഒരു നോട്ട്സുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് ഈ രംഗം കണ്ടതിന് ശേഷം അതിലേക്ക് കടക്കാം. ഇനി നമുക്ക് ഈ സിനിമയുടെ സമ്മറി നോക്കാം. The film Mirror by Andrei Tarkovsky opens with Alexei's son, Ignat, watching a television program where a man with a stutter is examined by a physician. അപ്പോൾ ഈ സിനിമയുടെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഈ അലക്സി എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ മകൻ ഇഗ്നാത്ത് ഒരു ചെറിയ കുട്ടിയാണ്. ഇവൻ TV വെച്ചിട്ട് അതിലൊരു പ്രോഗ്രാം കാണുകയാണ്. ആ TVയുടെ പ്രോഗ്രാമിനകത്ത് കാണുന്നത് ഈ സ്റ്റട്ടർ അല്ലെങ്കിൽ ഈ സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള വിക്ക് ഉള്ള ഒരാൾക്ക് സൈക്കോ തെറാപ്പി കൊടുക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ആ ഒരു രംഗത്തിൽ കാണുന്നത്. ദ മാൻ ഇവഞ്ച്വലി മാനേജസ് ടു സേ വിത്തൗട്ട് ഡിസ്ക്രിപ്ഷൻ ഐ ക്യാൻ ടോക്ക്. അങ്ങനെ ഇയാൾക്ക് ഒരു സൈക്കോ തെറാപ്പി കൊടുത്തിട്ട് അയാൾ ഇങ്ങനെ പറയുന്നുണ്ട് ഐ കാൻ ടോക്ക്, എനിക്ക് സംസാരിക്കാൻ കഴിയും എന്ന് പറയുന്നതാണ് നമ്മൾ അവിടെ കാണുന്നത്. ഇതൊരു സിമ്പലാണ്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു ഈ സിനിമയുടെ ഈ സ്ട്രക്ചർ എന്ന് പറയുന്നത് നോൺ ലീനിയർ ആണ്. ഇങ്ങനെ പാസ്റ്റിലേക്ക് പോകുന്നു, അവിടേക്ക് വരുന്നു, വേറെ കാലഘട്ടങ്ങൾ ഇങ്ങനെ ന്യൂസ് റീൽ മാറി മാറി കാണിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഈ സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള വിക്കുള്ള ഒരാൾ സംസാരിക്കുന്നത് പോലെ തന്നെയാണ് ഈ സിനിമയിലെ രംഗങ്ങൾ നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ അയാളുടെ ഓർമ്മകൾ ഇങ്ങനെ ഡിസോറിയന്റഡ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സിമ്പിളായിട്ട് നമുക്ക് ഈ ആദ്യത്തെ രംഗത്തിന് തന്നെ കാണാൻ കഴിയുന്നതാണ്. Following the opening titles, a scene unfolds in the pre-war countryside where Alexei's mother, Maria, speaks with a passing doctor. പിന്നെ നമ്മൾ കാണുന്നത് ഈ അലക്സിയുടെ അമ്മ മരിയ, അവര് വീടിന്റെ മുറ്റത്ത് തന്നെ ഇരിക്കുന്ന സമയത്ത് അതിലൂടെ ഒരു ഡോക്ടർ കടന്നു പോകുന്നുണ്ട്. അയാൾ വഴി ചോദിക്കാൻ വേണ്ടിയിട്ടാണ് അവിടേക്ക് വരുന്നത്. അവർ നമ്മൾ കുറച്ച് സമയം ഒന്ന് സംസാരിക്കുന്നുണ്ട്. കുറച്ച് ഫിലോസഫിക്കലൊക്കെ ആയിട്ടാണ് അവർ സംസാരിക്കുന്നത്. പിന്നെ സിനിമയുടെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് സിനിമയിൽ ഉടനീളം ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ കവിതകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഡയറക്ടറായിട്ടുള്ള ആന്ദ്രേ തർക്കോസ്കിയുടെ പിതാവ് ആഴ്സനി തർക്കോസ്കി എഴുതിയിട്ടുള്ള കവിതകളാണ് അതിനകത്ത് ഇങ്ങനെ വായിക്കുന്നത്. ആഴ്സനി തർക്കോസ്കി എന്ന് പറയുന്നത് സോവിയറ്റ് യൂണിയനിലെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു കവിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഫിലോസഫിക്കലായിട്ടുള്ള കവിതകൾ ഇങ്ങനെ പറയുന്ന ഒരു അന്തരീക്ഷമാണ് നമുക്ക് ആ സിനിമയ്ക്കകത്ത് കിട്ടുന്നത്. The film portrays the exterior and interior of Alexei's grandfather's country house and depicts the young Alexei, his mother and sister witnessing the family barn burning down. പിന്നെ ആ ഭാഗത്ത് സിനിമയിലുള്ളത് ഈ അലക്സി, അവന്റെ സഹോദരി, അവന്റെ അമ്മ ഈ ഒരു വീടിനകത്ത് ഉള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. അവിടെ നടക്കുന്ന പ്രധാനമായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് ബാൺ അല്ലെങ്കിൽ നമ്മൾ തൊഴുത്ത് എന്നൊക്കെ പറയുന്ന പോലത്തെ സംവിധാനം, അതിങ്ങനെ കത്തി നശിക്കുന്ന ഒരു രംഗമുണ്ട്. അതും വളരെ എസ്തെറ്റിക് ആയിട്ടാണ് സിനിമയ്ക്കകത്ത് അവതരിപ്പിച്ചിട്ടുള്ളത്. എ ഡ്രീം സീക്വൻസ് ഫീച്ചേഴ്സ് മരിയ വാഷിംഗ് ഹെർ ഹെയർ. പിന്നെ വരുന്നത് മരിയ അവരുടെ തല കഴുകുന്ന ഒരു രംഗമാണ് നമ്മൾ നേരത്തെ കണ്ടത്. ആ രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ സിനിമയുടെ തുടക്കത്തിൽ കാണുന്നത്. ട്രാൻസിഷനിങ് ടു ദ പോസ്റ്റ് വാർ ടൈം ഫ്രെയിം, അലക്സി ഈസ് ഹേർഡ് കൺവേഴ്സിംഗ് വിത്ത് ഹിസ് മദർ ഓൺ ദ ഫോൺ വൈൽ വേരിയസ് റൂംസ് ഓഫ് എൻ അപ്പാർട്ട്മെന്റ് ആർ ഷോൺ. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടത് അലക്സിയുടെ കുട്ടിക്കാലത്തെ ഒരു രംഗമാണെന്നുണ്ടെങ്കിൽ പിന്നീട് ഇപ്പോൾ ഏറെക്കുറെ പ്രസന്റ് എന്ന് പറയാവുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വരികയാണ്. അലക്സിയുടെ അമ്മയുമായിട്ട് ഫോണിൽ സംസാരിക്കുന്ന രംഗമാണ് നമ്മൾ കാണുന്നത്. അലക്സീനെ നമ്മൾ കാണുന്നില്ല. ആ വീട്ടിലെ മുറികളിലൂടെ ഇങ്ങനെ ക്യാമറ വളരെ പതുക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. നമ്മൾ ഇവരുടെ ഫോൺ സംഭാഷണം ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ഷിഫ്റ്റിംഗ് ബാക്ക് ടു ദ പ്രീ-വാർ എറ, Maria is seen rushing frantically to her job as a proofreader at a printing press, worried about a mistake she may have overlooked. എന്നിട്ട് ഇവിടെ തമ്മിലുള്ള ഈ ഫോൺ സംഭാഷണത്തിന് ശേഷം ഈ കഥ വീണ്ടും പാസ്റ്റിലേക്ക് പോകുന്നു. അലക്സിയുടെ അമ്മ മരിയ അവരൊരു പ്രിന്റിംഗ് പ്രസ്സിനകത്ത് ജോലി ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ദിവസം അവരിങ്ങനെ പ്രിന്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുള്ള പ്രൂഫ് റീഡ് ഇതിനകത്ത് എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട് എന്നുള്ളൊരു ചിന്തയിൽ ഇങ്ങനെ വളരെ ടെൻഷൻ അടിച്ചിട്ട് അതിങ്ങനെ നോക്കുന്ന ഒരു രംഗമൊക്കെയാണ് നമ്മൾ കാണുന്നത്.
She finds solace in her colleague Lisa, but later appears reduced to tears by Lisa's criticism. അപ്പോൾ ടെൻഷൻ അടിക്കുന്ന സമയത്ത് ഇവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന ലിസ ആദ്യം ഇവരെ ആശ്വസിപ്പിക്കുന്നുണ്ട്. പക്ഷെ പിന്നീട് ഈ ലിസ തന്നെ ഇവരെ അതിരൂക്ഷമായിട്ട് വിമർശിച്ചിട്ട് ഇവര് കരഞ്ഞു പോകുന്ന ഒരു രംഗമാണ് നമ്മൾ അവിടെ കാണുന്നത്. റിട്ടേണിംഗ് ടു ദ പോസ്റ്റ് വാർ പീരീഡ്, അലക്സിസ് ക്വാറൽസ് വിത്ത് ഹിസ് എക്സ് വൈഫ് നതാലിയ, ഹു ഹാസ് ഡിവോഴ്സ്ഡ് ഹിം ആൻഡ് ഈസ് ലിവിംഗ് വിത്ത് ദെയർ സൺ ഇഗ്നാത്ത്. എന്നിട്ട് വീണ്ടും ഈ ഒരു പ്രസന്റ് കാലഘട്ടത്തിലേക്ക് ഈ സിനിമ തിരിച്ചു വരുന്നു. അവിടെ അലക്സി അദ്ദേഹത്തിന്റെ ഡൈവോഴ്സ്ഡ് ആയിട്ടുള്ള വൈഫുമായിട്ട് സംസാരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അവരുടെ മകനെ കുറിച്ചിട്ടാണ് പറയുന്നത്, ഇഗ്നാത്ത് ഇയാളെ പോലെ തന്നെ ഭയങ്കര ഫിലോസഫിലൊക്കെ ആയിട്ട് സംസാരിക്കുന്ന ആളാണ്, അവരോടൊന്നും മിണ്ടാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യമൊക്കെയാണ് ഈ നതാലിയ പറയുന്നത്. അങ്ങനെ ഇവരെ ഈ കുട്ടീനെ കുറച്ച് ദിവസം അവിടെ നിർത്താം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. This is followed by newsreel scenes from the Spanish Civil War and a balloon ascent in the USSR. അതിനുശേഷം ഈ സ്പാനിഷ് ആഭ്യന്തര യുദ്ധത്തിന്റെയും അതുപോലെ തന്നെ സോവിയറ്റ് യൂണിയനിലെ ഈ പട്ടാളക്കാർ ഇങ്ങനെ ഈ പാരച്യൂട്ടിൽ ഇറങ്ങുന്നതിന്റെയും കുറച്ച് രംഗങ്ങളാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. ദ ഫിലിം ഷിഫ്റ്റ്സ് ടു വാർ ടൈം. പിന്നെ വീണ്ടും പാസ്റ്റിലേക്ക് പോകുന്നു. അലക്സിയുടെ കുട്ടിക്കാലത്തിലേക്കല്ല, അയാളൊരു ചെറുപ്പക്കാരനായിട്ടുള്ള കാലഘട്ടത്തിലേക്കാണ് ഇപ്പൊ പോകുന്നത്. ഷോവിങ് യങ് അലക്സി undergoing rifle training with a strict instructor, interspersed with newsreel footage of World War II and the Sino-Soviet border conflict. ഈ ചെറുപ്പക്കാലം എന്ന് പറയുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കാലഘട്ടമാണ്. അപ്പോൾ ഇദ്ദേഹം ഈ സൈനിക ആയിട്ടുള്ള ഒരു ട്രെയിനിങ് നേടുന്നതിന്റെ, റൈഫിൾ ട്രെയിനിങ് നേടുന്നതിന്റെ ദൃശ്യങ്ങളാണ്. വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രക്ടറാണ് ഇയാളെ പഠിപ്പിക്കുന്നത്. അതും പിന്നെ ഈ രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ന്യൂസ് റീൽ ക്ലിപ്പിംഗ്സ് ഒക്കെയാണ് നമ്മൾ ആ സമയത്ത് അവിടെ കാണുന്നത്. ആഫ്റ്റർ ദ വാർ, അലക്സി ആൻഡ് ഹിസ് സിസ്റ്റർ റീയുണൈറ്റ് വിത്ത് ദെയർ ഫാദർ. അങ്ങനെ ആ യുദ്ധത്തിന് ശേഷം അലക്സിയും അലക്സിയുടെ സഹോദരിയും ഏറെ കാലമായിട്ട് അവരുടെ കൂടെ ഇല്ലാതിരുന്ന പിതാവുമായിട്ട് റീയുണൈറ്റ് ചെയ്യുന്നത് നമ്മൾ കാണുന്നു. The narrative then returns to the post-war period, depicting Alexei seemingly on his deathbed with a mysterious illness, holding a small bird. അതിനുശേഷം വീണ്ടും ഈ പ്രസന്റിലേക്ക് ഒരു 40 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഈ അലക്സിയിലേക്ക് സിനിമ തിരിച്ചു വരുന്നു. അദ്ദേഹം എന്തോ ഒരു അസുഖം ബാധിച്ചുകൊണ്ട് ഇങ്ങനെ കിടക്കുകയാണ്, അദ്ദേഹം മരിക്കാൻ പോവുകയാണ് എന്നുള്ള ഒരു തോന്നലാണ് നമുക്ക് ആ ദൃശ്യത്തിൽ നിന്ന് ലഭിക്കുന്നത്. The film concludes with scenes from the pre-war period, showing a pregnant Maria intercut with scenes of her at different stages of her life, reflecting on the cyclical nature of life and memory. അതിനുശേഷം വീണ്ടും ഈ പ്രീ വാർ പീരീഡിലേക്ക് പോകുന്നു. അലക്സി ജനിക്കുന്നതിനേക്കാൾ മുമ്പുള്ള കാലഘട്ടത്തിലേക്കാണ് പോകുന്നത്. അലക്സിയുടെ അമ്മ പ്രഗ്നന്റ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. അതിനുശേഷം ആ രംഗങ്ങളിനെ കട്ട് ചെയ്തുകൊണ്ട് ഈ മരിയയുടെ ജീവിതത്തിലെ പല ഘട്ടങ്ങളുടെ രംഗങ്ങളാണ് നമുക്ക് അവിടെ കാണാൻ വേണ്ടി കഴിയുന്നത്. അപ്പോൾ ഈ ഒരു ലൈഫിന്റെയും മെമ്മറിയുടെയും ഒരു സൈക്ലിക്കൽ നേച്ചറും അതുപോലെ തന്നെ അതിങ്ങനെ ഡിസോറിയന്റഡ് ആയിട്ട് കിടക്കുന്ന ഒരു ഫീലുമാണ് നമുക്ക് ഈ സിനിമയിൽ നിന്ന് ലഭിക്കുന്നത്. ഇനി ഇതില് നോട്ട്സ് ആണ്. ആദ്യം നമുക്ക് ഈ സിനിമയുടെ സ്ട്രക്ചറിനെ കുറിച്ചിട്ടാണ് പറയാനുള്ളത്. നമ്മൾ കണ്ടതാണ്, ഒരു നോൺ ലീനിയർ സ്ട്രക്ചറാണ് ഇതിനകത്ത് വരുന്നത്. മിറർ ഹാസ് എ ഡിസ്കണ്ടിന്യൂസ് ആൻഡ് നോൺ ക്രോണോളജിക്കൽ സ്ട്രക്ചർ ലാക്കിംഗ് എ കൺവെൻഷണൽ പ്ലോട്ട്. ഒരു കൃത്യമായിട്ടുള്ള ഒരു പ്ലോട്ടോ കഥയോ ഇല്ല. അതുപോലെ തന്നെ ഇതിന്റെ നരേറ്റീവ് എന്ന് പറയുന്നത് ഡിസോറിയന്റഡ് ആണ്. അതായത് കുറച്ച് ഒരു കാലഘട്ടത്തിൽ പിന്നെ വേറെ കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെയാണ് നമ്മൾ അതിനകത്ത് കാണുന്നത്. ഇറ്റ് കമ്പൈൻസ് ഇൻസിഡൻസ്, ഡ്രീംസ്, മെമ്മറീസ് ആൻഡ് ന്യൂസ് റീൽ ഫുട്ടേജ് ടു പോർട്രേ അലക്സീസ് ലൈഫ് ആൻഡ് ദ വേൾഡ് അറൌണ്ട് ഹിം. ഇതിനകത്ത് ഇനി ഉള്ളത് ഈ ക്യാരക്ടേഴ്സിന്റെ തോട്ട്സ്, ഡ്രീംസ്, അതുപോലെ തന്നെ അവരുടെ പാസ്റ്റ് ഇൻസിഡൻസ്, അതുകൂടാതെ ആ കാലഘട്ടത്തിലെ ന്യൂസ് റീൽ ഇൻസിഡൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ മിക്സ് ആയിട്ടാണ് നമ്മൾ ഈ സിനിമയ്ക്കകത്ത് കാണുന്നത്. അതിലൂടെയെല്ലാം അലക്സിയുടെ ഒരു ജീവിതവും അലക്സിക്ക് ചുറ്റുമുള്ള ഒരു ലോകവുമാണ് അവിടെ അവതരിപ്പിക്കപ്പെടുന്നത്. ടൈം ഫ്രെയിംസ്. ദ ഫിലിം സ്വിച്ചസ് അമംഗ് 3 ഡിഫറെന്റ് ടൈം ഫ്രെയിംസ് നമ്മൾ കണ്ടതാണ്. പ്രധാനമായിട്ടും 3 ടൈം ഫ്രെയിംസ് ആണ് അതിനകത്ത് വരുന്നത്. ഒന്ന് പ്രീ വാർ 1935, അലക്സി ഒരു ചെറിയ കുട്ടിയായിരുന്ന ഒരു കാലഘട്ടം. വാർ ടൈം 1940s, അലക്സി ഒരു ചെറുപ്പക്കാരനായിരുന്ന ഒരു കാലഘട്ടം. ആൻഡ് പോസ്റ്റ് വാർ 1960s ഓർ 70s, അലക്സി ഒരു 40-40 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആ ഒരു കാലഘട്ടം. ഇതാണ് നമുക്ക് ഇതിനകത്ത് ടൈം ഫ്രെയിംസ് ആയിട്ട് വരുന്നത്. പ്രൊവൈഡിങ് എ ഫ്രാഗ്മെന്റഡ് യെറ്റ് ഹോളിസ്റ്റിക് വ്യൂ ഓഫ് അലക്സീസ് ലൈഫ് ആൻഡ് എക്സ്പീരിയൻസസ്. അപ്പൊ ഈ കാലഘട്ടത്തിലുള്ള ഈ ദൃശ്യങ്ങളിലൂടെയെല്ലാം അലക്സിയുടെ ജീവിതത്തിന്റെ ഒരു ഫ്രാഗ്മെന്റഡ് വ്യൂ ആണ് നമുക്ക് ലഭിക്കുന്നത്. ഇനി ഇതിലെ ഇമ്പോർട്ടന്റ് തീംസ് ആണ് നമുക്ക് നോക്കാനുള്ളത്. ഒന്ന്, മെമ്മറി ആൻഡ് ടൈം. The film's non-linear structure reflects the fragmented and subjective nature of memory.
മെമ്മറി എന്ന് പറയുന്നതിന്റെ ഒരു ഫ്രാഗ്മെന്റേഷൻ, അതായത് ഇങ്ങനെ വിട്ടുപോയതും അതുപോലെ തന്നെ അപൂർണമായതുമായിട്ടുള്ള ഒരു മെമ്മറി എന്നുള്ള ചിത്രമാണ് നമുക്ക് ഈ നോൺ ലീനിയർ നരേറ്റീവിലൂടെ ലഭിക്കുന്നത്. മെമ്മറീസ് ഫ്രം ഡിഫറെന്റ് ടൈം പീരീഡ്സ് ഇന്റർവ്യൂ ക്രിയേറ്റിംഗ് എ ടപ്പസ്റ്ററി ഓഫ് അലക്സീസ് പാസ്റ്റ്. ഈ അലക്സിയുടെ പല കാലഘട്ടത്തെ കുറിച്ചിട്ടുള്ള മെമ്മറികൾ ഇങ്ങനെ ഇന്റർ കണക്റ്റഡ് ആയിട്ട് മിക്സ് ആയിട്ടാണ് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെടുന്നത്. ആ രീതിയിൽ മെമ്മറിയുടെ ഒരു ഫ്രാഗ്മെന്റേഷൻ നമുക്കൊരു തീമായിട്ട് ഇതിനകത്ത് കാണാവുന്നതാണ്. മോർട്ടാലിറ്റി ആൻഡ് ലോസ്. The film explores themes of mortality and loss throughout. The fire at the barn, the war footage, and the scenes hinting at Alex's illness all contribute a sense of impermanence. മറ്റൊന്ന് മോർട്ടാലിറ്റിയാണ്, ജീവിതത്തിന്റെ നശ്വരത എന്ന് പറയുന്നതാണ്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അലക്സി ഇങ്ങനെ അസുഖം ബാധിച്ച് കിടക്കുന്നത്, അതുപോലെ തന്നെ ആ ഒരു യുദ്ധത്തിന്റെ രംഗങ്ങൾ, പിന്നെ അവരുടെ ഈ ബാൺ, അവരുടെ തൊഴുത്ത് ഇങ്ങനെ കത്തിനശിക്കുന്നത്, അങ്ങനെയുള്ളതിലൂടെയെല്ലാം നമുക്ക് ഈ ഒരു തീം കാണാവുന്നതാണ്. The portrayal of Maria, both young and old in the final scene, emphasizes the cycle of life and death. കൂടാതെ ഈ മരിയ എന്ന് പറയുന്ന കഥാപാത്രം, അലക്സിയുടെ അമ്മ, അവരിങ്ങനെ യങ് ആയിട്ടും ഓൾഡ് ആയിട്ടുള്ളത് മിക്സ് ആയിട്ടാണ് ഇങ്ങനെ അവസാന രംഗത്ത് നമ്മൾ കാണുന്നത്, ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ട്. അപ്പോൾ അവിടെയും ഈ ഒരു ലൈഫ് ആൻഡ് ഡെത്ത് എന്നുള്ള തീമാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. ദ പവർ ഓഫ് ദ പാസ്റ്റ്. ദ പാസ്റ്റ് കണ്ടിന്യൂസ് ടു ഷേപ്പ് ദ ക്യാരക്ടേഴ്സ് ലൈഫ്സ് ഇൻ ദ പ്രസന്റ്. മറ്റൊന്ന് ഈ പാസ്റ്റ്, ഈ മെമ്മറി എന്ന് പറയുന്നത് തന്നെ, അവരുടെ ഈ ഒരു പാസ്റ്റ് മെമ്മറീസ് അവരുടെ ക്യാരക്ടേഴ്സിനെ ഇപ്പോഴും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. Alex's relationship with his ex-wife and son seems impacted by unresolved issues. അപ്പോൾ അലക്സിന്റെ ഈ വൈഫുമായിട്ടുള്ള ഈ റിലേഷൻഷിപ്പിലുള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ പാസ്റ്റിലുള്ള ഇതുപോലെ അൺറിസോൾവ്ഡ് ആയിട്ടുള്ള ഇഷ്യൂസ് കൊണ്ടാണ് അയാൾക്ക് പ്രസന്റിൽ വിഷയങ്ങൾ ഉണ്ടാവുന്ന രീതിയിലാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. പിന്നെ നമുക്ക് ഈ സിനിമയ്ക്കകത്ത് ചോദിക്കാവുന്ന മറ്റൊന്ന് ഇതിലെ ആങ്സൈറ്റി എന്ന് പറയുന്ന ഒരു തീമിനെ കുറിച്ചിട്ടാണ്. അങ്ങനെ മറ്റെന്ത് തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ നേരത്തെ പറഞ്ഞ ഈ സമ്മറിയും, അതുപോലെ തന്നെ ഇതിലെ ഈ നോൺ ലീനിയർ, അതുപോലെ തന്നെ ഫ്രാഗ്മെന്റഡ് നരേറ്റീവ്സ്, പിന്നെ ഈ ഡ്രീം സീക്വൻസ്, അതുപോലെ തന്നെ ഈ സർറിയൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫോർമലിസ്റ്റിക് ആയിട്ടുള്ള ഈ ഇമേജുകൾ എന്നതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമുക്കിത് ആൻസർ ചെയ്യാൻ കഴിയുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.